ഇന്ന് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് വളരെ പ്രശസ്തമായ മധൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കാസർഗോഡ് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആണ് ഈ ക്ഷേത്രം. എനിക്ക് തോന്നുന്നില്ല മധൂർ ക്ഷേത്രമെന്ന് കേൾക്കാത്തതായിട്ടോ അല്ലെങ്കിൽ അറിയാത്തതായിട്ടോ ഉള്ള കാസർഗോഡുകാരുണ്ട് എന്നുള്ളത്. ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചറിലാണെങ്കിലും പിന്നെ കൊത്തുപണിയിലാണെങ്കിലും വളരെ വൈവിധ്യമുള്ള ക്ഷേത്രമാണ് മധൂർ ക്ഷേത്രം. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരം കാസർഗോഡ് മധൂർ റൂട്ട് വഴി സഞ്ചരിച്ചാൽ നമുക്ക് മധൂർ ഗ്രാമത്തിലെ മധുവാഹിനി പുഴയുടെ തീരത്തുള്ള മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അല്ലെങ്കിൽ മധൂർ അനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. മൊഗ്രാൽ പുഴയെ തന്നെയാണ് മധുവാഹിനി പുഴ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ്. തുല്യ പ്രാധാന്യമോ ഒരുപക്ഷെ കുറച്ചേറെ പ്രാധാന്യമോ ഗണപതി ഭഗവാൻ ഇവിടെ കൊടുത്തു വരുന്നു. എനിക്ക് തോന്നുന്നു ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവണം ഇത് ഗണപതിയുടെ മാത്രം ക്ഷേത്രമാണെന്നുള്ളത്. അങ്ങനെയല്ല, ശിവക്ഷേത്രമാണ്. വീട്ടിൽ നിന്ന് പറ്റുമ്പോഴൊക്കെ വരുന്ന ക്ഷേത്രം തന്നെയാണ് മധൂർ ക്ഷേത്രം. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദയാസ്തമന പൂജ കഴിപ്പിച്ചു കഴിഞ്ഞാൽ പ്രസാദമായിട്ട് കിട്ടുന്ന അപ്പമാണ്. ആ അപ്പത്തിന് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാൽ ക്ഷേത്രവും ചുറ്റുമുള്ള പരിസരവും മൊത്തം അപ്പത്തിൻ്റെ മണമായിരിക്കും. ആ അപ്പം ഇവിടെ വളരെ പ്രശസ്തവുമാണ്. നമ്മളിൽ കൂടുതൽ പേർക്കും രാവിലെ അമ്പലങ്ങളിൽ വന്നിട്ടായിരിക്കുമല്ലോ ശീലമുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും രാവിലെയാണ് പൊതുവെ ഇഷ്ടപ്പെടാറ്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് അധികം തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങൾ സന്ധ്യാസമയത്ത് 1-2 തവണ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അധികം നേരത്തെ അല്ല, എന്നാൽ ഒത്തിരി ലേറ്റായിട്ടുമല്ല. കറക്റ്റ് ഒരു 6-6:45 കറക്റ്റ് സന്ധ്യാസമയത്ത്. ആ സമയത്ത് ക്ഷേത്രവും പരിസരവും ഇവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇവിടെ കിഴക്ക് ദർശനമായിട്ടാണ് ശിവനുള്ളത്, തെക്ക് ഗണപതിയുമുണ്ട്. ഉദയാസ്തമന പൂജ, പച്ചയപ്പം, സഹസ്രാപ്പം, മൂടപ്പ സേവ ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അല്ലെങ്കിൽ പൂജകൾ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് വിനായക ചതുർത്ഥി, മഹാചതുർത്ഥി, നവരാത്രി, ധനുപൂജ, ദീപാവലി, ഷഷ്ഠി, ശിവരാത്രി, പിന്നെ വാർഷികോത്സവം. അതുകൂടാതെ ശിവക്ഷേത്രം ആയതുകൊണ്ട് തിങ്കളാഴ്ചകളും പിന്നെ പ്രദോഷ ദിവസങ്ങളും ഒക്കെ വിശേഷ ദിവസങ്ങളാണ്. ഇവിടുത്തെ ഗണപതി വിഗ്രഹം വളരെ വലുതും തുമ്പിക്കൈ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിലുമാണുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഗണപതിയുടെ തുമ്പിക്കൈ ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ കുറച്ച് സമയം ക്യൂവിൽ നിന്നിട്ട് ഉദയാസ്തമനത്തിൻ്റെ അപ്പം കിട്ടി. കാസർഗോഡുള്ള പ്രധാന 4 ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായിപ്പാടി രാജകുടുംബത്തിൽപ്പെട്ടവരുടെ പ്രധാന ആരാധനാ സ്ഥലങ്ങളായിരുന്നു. അതിൽ അടൂരും മധൂരുമുള്ള ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളാണ്. കണിപ്പുരയും മുജങ്കാവും വിഷ്ണു ക്ഷേത്രങ്ങളാണ്. മായിപ്പാടി കൊട്ടാരത്തിൻ്റെ 2 വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ.
പണ്ടൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഈ സീമയിൽപ്പെട്ട ജനങ്ങൾ ഈ 4 ക്ഷേത്രങ്ങളിൽ പൂജയൊക്കെ കഴിപ്പിച്ചു കൊടുത്ത ശേഷം മാത്രമേ ചടങ്ങ് തുടങ്ങാറുണ്ടായിരുന്നുള്ളൂ അത്രേ. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും എന്തെങ്കിലും നല്ല കാര്യം കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ആദ്യം വരിക മധൂർ ഗണപതി ക്ഷേത്രത്തിലാണ്. എന്നിട്ട് വിഘ്നങ്ങൾ അകറ്റാൻ ഗണപതിയെ പൂജിക്കും, തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്യും. ഇതാണ് കിഴക്കോട്ട് ദർശനമായുള്ള ശിവഭഗവാന്റെ ശ്രീകോവിൽ. മധൂരിലെ ഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അപൂർവമായും മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് മൂടപ്പ സേവ. ഗണപതിയെ അപ്പങ്ങൾ കൊണ്ട് മൂടുന്ന ഒരു ചടങ്ങാണിത്. ഭീമമായ ചെലവ് വരുന്നത് കാരണം അപൂർവമായിട്ടേ അത് നടത്താറുള്ളൂ. 5 ദിവസങ്ങൾ നീണ്ട ഉത്സവത്തിൽ 4ാമത്തെ ദിവസമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. ഗണപതിയുടെ ശ്രീകോവിലിനകത്ത് കരിമ്പ് കൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ 16 മൂട് അരിയുടെ അപ്പവും 1 മൂട് അരിയുടെ പച്ചപ്പവും 108 തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് തേൻ, കൽക്കണ്ടം, നെയ്യ് എന്നിവയും ചേർക്കും. വിഗ്രഹത്തിൻ്റെ ജിഹ്വാഗ്രം വരെ മൂടുകയും ചെയ്യും. അതായത് നാവിൻ്റെ തുമ്പ് വരെ ഇതെല്ലാം കൊണ്ട് മൂടും. ഫലം, പുഷ്പം എന്നിവ കൊണ്ട് കവാടബന്ധനം ചെയ്യും. പിറ്റേ ദിവസം പ്രാർത്ഥന നടത്തി വേദപാരായണത്തോടെ വാതിൽ തുറക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം ഗജപൃഷ്ഠത്തെ പോലെ, അതായത് ആനയുടെ പുറകുവശം പോലെ 3 നിലകളോട് കൂടിയതും മുൻഭാഗം കലാസൃഷ്ടികളോടുകൂടി തനതായ ശ്രേഷ്ഠതയോടെയും നിലകൊള്ളുന്നു. ഗജപൃഷ്ഠരൂപം പുരാതന ബൗദ്ധന്മാരുടേതാണെന്ന് പറയപ്പെടുന്നു. തീരപ്രദേശത്താണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ശിവശക്തി ക്ഷേത്രങ്ങളാണെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപൂർവമായതും എന്നാൽ നല്ല ഭംഗിയുള്ളതുമായ ധാരാളം കൊത്തുപണികൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. നമസ്കാര മണ്ഡപത്തിൻ്റെ ചുറ്റിലും പുത്രകാമേഷ്ടിയിൽ തുടങ്ങി സീതാ സ്വയംവരം വരെയുള്ള രാമായണത്തിലെ ചിത്രങ്ങളുടെ അപൂർവമായ കൊത്തുപണികളുണ്ട്. ഇതാണ് തെക്കോട്ട് ദർശനമായുള്ള മഹാഗണപതിയുടെ ശ്രീകോവിൽ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനം മദാരു എന്ന സ്ത്രീയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐതിഹ്യമാണ്. മദാരു മധൂറിൻ്റെ അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്ത്, ഇപ്പോൾ അത് ഉളിയത്തടുക്ക എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഉളിയത്തടുക്കയിൽ മദാരു പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുല്ല് വെട്ടുന്നതിനിടെ തൻ്റെ കത്തി ഒരു വലിയ കല്ലിൽ കൊണ്ട് കല്ലിൽ നിന്ന് ചോര പോലെ എന്തോ പൊടിയുന്നത് കണ്ട് പരിഭ്രമിച്ചു. അങ്ങനെ പരിഭ്രമിച്ച മദാരു രാജാവിനെ ചെന്ന് കണ്ട് വിവരമറിയിച്ചു. അങ്ങനെ രാജാവും അനുയായികളും സംഭവസ്ഥലത്തെത്തി. രാജാവിന് മനസ്സിലായി അതൊരു സ്വയംഭൂവായ ശിവലിംഗമാണെന്ന്. സ്വയംഭൂ എന്ന് വെച്ചാൽ തനിയെ ഉണ്ടായത്. അപ്പോൾ ആ സ്വയംഭൂ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കാൻ പാവനമായ സ്ഥലം തെരഞ്ഞു നടന്നു. അപ്പോഴാണ് മധുവാഹിനി പുഴയുടെ തീരത്തെത്തിയപ്പോൾ അവരൊരു നല്ല കാഴ്ച കണ്ടത്. ഒരു പശുവും പുലിയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച. രാജാവിന് മനസ്സിലായി അത്രയും ഹാർമണിയിൽ, അത്രയും ഒരുമയോടെ പശുവും പുലിയും നിന്ന ആ സ്ഥലത്താണ് ശിവലിംഗം പ്രതിഷ്ഠിക്കേണ്ടത്. ആ കാഴ്ച ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ രാജാവ് മദാരുവിനോട് പറഞ്ഞു, ആ സ്ഥലത്ത് ചെന്ന് നിന്ന്, അതായത് പശുവും പുലിയും ഉണ്ടായ ആ സ്പോട്ടിൽ ചെന്ന് നിന്ന് കത്തി കിഴക്കോട്ട് ലക്ഷ്യമാക്കി എറിയാൻ. അങ്ങനെ രാജാവ് പറഞ്ഞതുപോലെ മദാരു തൻ്റെ കത്തി എറിഞ്ഞു. അങ്ങനെ കത്തി ചെന്ന് വീണ സ്ഥലത്താണ് ക്ഷേത്രമുണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് രാജാവിനും കൂട്ടർക്കും പുലിയെയും പശുവിനെയും ഒരുമിച്ച് ദർശനമുണ്ടായ ആ സ്ഥലത്ത് 2 കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മദാരു എന്ന സ്ത്രീ നിമിത്തമുണ്ടായ ക്ഷേത്രമായതുകൊണ്ടാണ് ക്ഷേത്രത്തിനും പരിസരത്തിനും മധൂർ എന്ന പേര് വന്നത്.
ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ കുട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐതിഹ്യമാണ്. മുതിർന്ന പൂജാരികൾ നടത്തുന്ന പൂജാതി കർമ്മങ്ങളെ അവരുടെ കുട്ടികൾ അനുകരിക്കാറുണ്ടായിരുന്നു അത്രേ. ഒരിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുതിർന്നവരുടെ കൂടെ വന്ന കുട്ടികൾ കളിക്കുന്നതിനിടെ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തുള്ള ഭിത്തിയിൽ ചിത്രങ്ങൾ വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിക്കാൻ തുടങ്ങി. അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളകളാക്കി നിവേദ്യം നടത്തി. ഇത്രയും ഭക്തിയിൽ കുട്ടികൾ ഭഗവാനെ പൂജിക്കുന്നത് കണ്ട മുതിർന്നവർ അതൊരു നിമിത്തമാണെന്ന് കരുതി. പിന്നീട് കടുശർക്കര പാകക്കൂട്ടിൽ കുട്ടികൾ വരച്ച ചിത്രത്തിൻ്റെ മുമ്പോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ചെറിയ വാതിലോടുകൂടിയ ശ്രീകോവിൽ നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം. കുട്ടികളുണ്ടാക്കിയ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കിയ ഉരുളയ്ക്ക് പകരം പൂർണ്ണമായി വേവാത്ത വെല്ലം ചേർക്കാത്ത പച്ചപ്പത്തിൻ്റെ നിവേദ്യം അന്ന് മുതൽ തുടങ്ങി ഇപ്പോൾ വരെ തുടർന്നു പോരുന്നു. ഇവിടുത്തെ ഗണപതി വിഗ്രഹം വളരെ വലുതാണ്. ഗണപതി വിഗ്രഹത്തിൻ്റെ തുമ്പിക്കൈ വലത്തോട്ട് ചെരിഞ്ഞിട്ടാണുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഇടത്തോട്ടാണ് തുമ്പിക്കൈ ഉണ്ടാവാറുള്ളത്, ഇവിടെ വലത്തോട്ടാണ്. മറ്റൊരു ഐതിഹ്യം പറയുന്നത് സ്കന്ദപുരാണത്തിൽ പ്രതിപാദിച്ച പ്രകാരമാണ്. പണ്ട് ധർമ്മഗുപ്തൻ എന്ന രാജാവിൻ്റെ കീഴിൽ ആൾക്കാരെല്ലാം ചേർന്ന് പയസ്വിനി പുഴ സംഗമിക്കുന്ന സ്ഥലത്ത് വച്ച് ശിവയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ ഗണപതി ഭഗവാനെ പൂജിക്കാൻ അവർ മറന്നു. അതിൻ്റെ ഫലമായി യജ്ഞം ആരംഭിച്ച ഉടനെ തന്നെ നല്ലോണം മഴ പെയ്തു, വിഘ്നങ്ങൾ നേരിട്ടു. അങ്ങനെ എല്ലാവരും ചേർന്ന് കുമാരധാരയ്ക്ക് സമീപത്തുള്ള വാസുകിയുടെ അടുക്കൽ ചെന്ന് കാരണം ചോദിച്ചു. ആരംഭത്തിൽ തന്നെ ഗണപതി ഭഗവാനെ പൂജിക്കാത്തതാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മധുവാഹിനി പുഴയുടെ തീരത്തുള്ള ക്ഷേത്രത്തിൻ്റെ ചുമരിൽ ഗണപതി ഭഗവാന്റെ മൂർത്തി വരച്ച് അവർ അർച്ചന നടത്തി. അതിൽ സന്തുഷ്ടനായ ഗണപതി ഭഗവാൻ യാഗം പൂർത്തിയാവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് അവർ വരച്ച ചിത്രത്തിൻ്റെ വിഗ്രഹം കടുശർക്കര പാകക്കൂട്ടിൽ നിർമ്മിക്കുകയായിരുന്നു. ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. വലിയ തോതിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. 2024 അവസാനമാവുമ്പോഴേക്കും തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപദേവതകളുടെ സന്നിധിയൊക്കെ അടച്ചിട്ടാണുള്ളത്. താൽക്കാലികമായി ഉപദേവതകളെ പുതുതായി നിർമ്മിച്ച സന്നിധികളിൽ കുടിയിരുത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ തൻ്റെ പടയോട്ട കാലത്ത് 1784 കുമ്പള സീമ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി മധൂർ ക്ഷേത്രവും ആക്രമിച്ചു. ക്ഷേത്രം ആക്രമിക്കുന്നതിനിടെ ദാഹം കൊണ്ട് ക്ഷീണിതനായി ഇവിടെയുള്ള കിണറിൽ നിന്ന് വെള്ളമെടുത്തു കുടിച്ചു അത്രേ. അതിനുശേഷം മനസ്സ് മാറി ആക്രമണം നിർത്തുകയും ചെയ്തു. പക്ഷേ വന്നതിൻ്റെ തെളിവായി തൻ്റെ വാളുകൊണ്ട് കിണറിൻ്റെ ഈ പരിസരത്ത് ക്ഷതമേൽപ്പിച്ച് മടങ്ങി. ആ പാടാണ് ഇവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതാണ് ടിപ്പുവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഐതിഹ്യം. ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന് വളരെ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. കിണർ ചെമ്പുകൊണ്ട് പൊതിഞ്ഞ മേൽക്കൂരയുള്ള ചന്ദ്രശാലയുടെ അകത്തുള്ളതിനാൽ വെള്ളത്തിൽ സൂര്യരശ്മികൾ ഏൽക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് ജനങ്ങളും രാജാവും ഒക്കെ ഭയന്ന് സമാധാനം കൈവന്നാൽ മൂടപ്പ സേവ നടത്താമെന്ന് ഭഗവാന് നേർന്നു. അങ്ങനെയാണ് ആദ്യത്തെ മൂടപ്പ സേവ 1795 മായിപ്പാടി രാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. പിന്നീട് 1797 കുമ്പള സീമയിലെ പ്രധാനിയായിരുന്ന കുഡ്ലു വലിയ സുബ്ബയ്യ ശാനുഭാഗരുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം മൂടപ്പ സേവ. ആദ്യത്തെ 2 മൂടപ്പ സേവകളുടെയും എഴുതി വച്ച തെളിവുകൾ മായിപ്പാടി കൊട്ടാരത്തിലും കുഡ്ലു തറവാട്ടിലും കണ്ടെടുത്തിട്ടുണ്ട്. പിന്നീട് നടന്ന മൂടപ്പ സേവകൾക്ക് അവയാണ് വഴികാട്ടിയായത്.
ബ്രിട്ടീഷ് സൈന്യം കുമ്പള സീമയെ ആക്രമിച്ചപ്പോൾ ഇതുപോലെ തന്നെ ജനങ്ങളും രാജാവും കൂടി ചേർന്ന് മൂടപ്പ സേവയ്ക്ക് നേർച്ച നടത്തിയിരുന്നു. അങ്ങനെയാണ് 1962 മൂടപ്പ സേവ നടന്നത്. 1990-91കളിൽ കുമ്പള സീമയിലെ വേള, കുമാരമംഗലം, സീതാങ്കുളി എന്നീ സ്ഥലങ്ങളിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. എന്നാൽ ജനങ്ങളുടെ പുരയിടവും വയലുകളും നശിക്കുമെന്ന ഭീതിയിൽ രാജാവും ജനങ്ങളും ചേർന്ന് വീണ്ടും മൂടപ്പ സേവ നടത്താമെന്നുള്ള നേർച്ച നേർന്നു. പിന്നീട് ഗവൺമെൻറ് ആ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1992 മൂടപ്പ സേവ നടന്നത്. അവസാനമായി നടത്തിയ മൂടപ്പ സേവ 1992 അതിനുശേഷം നടത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം മധൂർ ക്ഷേത്രത്തിലോട്ട് വരിക. മലബാർ ഭാഗത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം കുറച്ചുകൂടെ അടുത്തല്ലേ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരിചയമുള്ളവർക്കൊക്കെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.